ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് പോക്കറ്റ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണെങ്കിലും ഫില്ലിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഓരോരുത്തരും ഉണ്ടാക്കാറുള്ളതല്ലേ. ഇന്ന് എന്റേതായ രീതിയിൽ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതുവരെ സ്നാക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ചിക്കന്റെ കൂടെ വെജിറ്റബിൾസ് കൂടെ ചേർക്കുന്നത് കൊണ്ട് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലായതായി നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഹെൽത്തിയാണ്, ടേസ്റ്റും സൂപ്പറാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്റെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷനിലൂടെ എന്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 350 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വെള്ളം വറുത്തിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 10 വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളം ഇത്രയും ചേർക്കാം. നമ്മൾ ചിക്കൻ വേവിക്കുന്നതിന്റെ ഒപ്പം തന്നെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം കൂടി പോണ്ടട്ടാ. അടിയിൽ പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ വന്നോളൂ. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ പിന്നെ മൂടി തുറന്നു വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം മുഴുവനായി വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ചിക്കൻ നന്നായി ഒന്ന് ചൂടാറിയാൽ മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാൻ ചൂടായാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഫില്ലിങ്ങിൽ റോ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ മൈനീസും വെജിറ്റബിൾസും ചിക്കനും കൂടെ വെറുതെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. ഇതിലേക്ക് നമുക്ക് ഒരു സബോള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ 1 കപ്പ് കാബേജ് ചോപ്പ് ചെയ്തതും 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം. കാബേജും ക്യാരറ്റും ചെറുതായി ഒന്ന് വാടി വരണം, അത്രേ വേണ്ടൂ. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ മയോനൈസിലും ഉപ്പുണ്ടാകും. അപ്പൊ ഉപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാട്ടോ. ഇപ്പൊ കാബേജും ക്യാരറ്റും ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് ഇനി മയോനൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗാർലിക് മയോനൈസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മയോനൈസും എടുക്കാം. ഗാർലിക് മയോനൈസ് ഉണ്ടാക്കുന്നതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി കുക്കമ്പർ കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മയോനൈസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചധികം മയോനൈസ് എടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം 2 ബ്രെഡ് ഇതുപോലെ ചപ്പാത്തി റോളർ വെച്ചൊന്ന് പരത്താം. അതിനുശേഷം ഏതെങ്കിലും കുപ്പിയുടെ മൂടി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിന്റെ ബ്രൗൺ പാർട്ട് പെട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് കട്ട്ലറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് പോക്കറ്റ് ഞാൻ കുറെ മുന്നേ എന്റെ FB പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫില്ലിങ്ങിൽ മാത്രം ഞാൻ കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ സെയിം മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വഴറ്റുമ്പോൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിയും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഓരോ ഭാഗവും ഒരു 30 സെക്കൻഡ് ഇട്ട് മൊരിച്ചെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരികയേ വേണ്ടൂ. ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ ഒന്നുമില്ല. ഇത് 2 ആക്കി കട്ട് ചെയ്യുക. ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ നമ്മുടെ ചിക്കൻ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയായി. മറ്റു സ്നാക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റിലും ലുക്കിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. അപ്പൊ ഇത് തീരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് തീർച്ചയായും ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും. ബൈ. അസ്സലാമു അലൈക്കും.